സമരഘട്ടത്തിലേക്ക് കടക്കാമെന്ന് ആഹ്വാനം നടത്തി കരിഞ്ഞു പോകും. അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുതുനാമ്പുകൾ മുളച്ചു വരാനാണ്. ആ നല്ല മനസ്സിന് ഒരു 100 കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഒരു അച്ഛന്റെ ഓർമ്മക്കുറിപ്പുകൾ. എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനു മഴയത്ത് കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത്. അതുപോലെ ഈ ഭരണകൂടത്തിനെതിരായി ഒരു 100 ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും. നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അതിനെതിരായും ഹിന്ദുവെന്നും മുസൽമാനായും എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന RSSനും BJPക്കും എതിരായും വോട്ട് ചെയ്ത് ഭരണത്തിൽ ഇരുത്തിയ ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത്. എന്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല. കറകളഞ്ഞ ഇടതുപക്ഷ വീക്ഷണമുള്ള ഒരാളാണ് ഞാൻ. ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമുടി തകർത്ത് കളഞ്ഞിരിക്കുന്നു. അടിസ്ഥാന വർഗത്തിന്റെ ഒരു ന്യായമായ ആവശ്യവും ചെവിക്കൊള്ളാത്തൊരു സർക്കാരിനെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു. വാസ്തവത്തിൽ ഇതിനോടൊപ്പം ഈ സമരത്തെ തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഇതിന് എതിരായിട്ട് പാലിയേറ്റീവ് കെയർ അല്ലെ, രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇനി തിരിച്ച് ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ. അതിന്റെ ട്രെയിനിങ് ആണ് ഇന്നലെ മഹാസംഗമത്തിന്റെ ദിവസം കൊണ്ടുവച്ചത്, ഉപരോധത്തിന്റെ ദിവസം കൊണ്ടുവച്ചത്. ഞാൻ പറയുന്ന ട്രെയിനിങ് ഇവിടെയാണ് നടത്തേണ്ടത്. എങ്ങനെ സ്വന്തം കാര്യം, നിങ്ങളുടെ നിലപാടുകൾ എത്ര നല്ല ഭാഷയിൽ സംസാരിക്കുന്നു ഇവരെന്ന് TV കാണുന്ന എല്ലാവർക്കും അറിയാം. അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര് എനിക്ക് അഭിമാനം തോന്നുകയാണ്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് ഇനി വരും കാലം വരേണ്ടത്. ഒരു അധിക്ഷേപ വാക്കുകളും അവരുപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. സംയമനത്തോടുകൂടി ഈ ബിന്ദുവൊക്കെ ചിരിച്ച സന്തോഷിച്ച മുഖത്തോടുകൂടി അല്ലാതെ അത് അത്രയും സംയമനമുള്ള ആളുകൾക്കേ പറ്റുള്ളൂ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മള് പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആശാ വർക്കറാണോ? മിനിയോട് എപ്പോഴും ചോദിക്കുന്നതാണ്. എനിക്ക് വേറെ ഒരുപാട് പര്യായ പദങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കീടം, വേറെ സാംക്രമിക രോഗം പരത്തുന്ന കീടം. ഞാൻ പറയുന്നത് നല്ലതാണെന്ന്. ഒരു ലോകത്തിനെ ചൂണ്ടുവിരലിൽ നിർത്തിയ ഒരു കുഞ്ഞു വൈറസാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. ചൂണ്ടുവിരലില് എല്ലാ രാജ്യങ്ങളും ചൂണ്ടുവിരലിൽ നിർത്തിക്കളഞ്ഞു. അത് ഒരു ഉപ്പിന്റെ തരിയെ 10 ലക്ഷമായിട്ട് മുറിച്ചാൽ എത്രയുണ്ടോ അതിലും ചെറുതാണ്. ആ കീടമാണ് ലോകത്തിനെ സ്തംഭിപ്പിച്ച് നിർത്തിയത്. അതുകൊണ്ട് ആ പേര് താങ്കൾക്ക് ചേരുന്നേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അത് ചേരും. അത് ഈ എന്താണ്, ആശാവർക്കറാണോ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നതെന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. അല്ലാത്തവരും വരുന്നില്ലേ? കർഷകരുടെ സമരം ദില്ലിയിൽ നടന്നപ്പോ പോയവരെല്ലാരും കർഷകരായിരുന്നു. അല്ലാത്ത എല്ലാരും പോയില്ലേ? എനിക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോവായിരുന്നു. കാരണം അത്രയും തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിലൊന്നും എനിക്ക് യാതൊരു സംശയമില്ലാത്ത ഒരാളാണ്. അപ്പോ അത്തരം ഞാൻ ഇന്നിവിടെ ഇറങ്ങിയത് സിനിമ ഡയലോഗ് പറഞ്ഞ കള പറിക്കാനൊന്ന് ഇറങ്ങിയതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട്
പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മണിപ്പൂരിൽ നിശബ്ദനായി ഇരുന്ന പ്രധാനമന്ത്രിക്കെതിരെ അത്തരം നിലപാടുകൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കാനുണ്ടാകും എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താണ് മന്ത്രി പറയുന്നത്, നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്നാണ് അല്ലേ? ചേർത്ത് പിടിക്കലിന്റെ മറ്റൊരു ഉദാഹരണം നമ്മുടെ മഹാഭാരതത്തിലുണ്ട്. ധൃതരാഷ്ട്ര അലിംഗനം എന്ന് പറയേ ചേർത്ത് പിടിച്ചു. പക്ഷെ ആള് വേറെ മാറിപ്പോയതുകൊണ്ട് തവറ് കൂടി ആയി പോയില്ല. അതുകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയാൽ നിങ്ങളെ തൊഴിലാളികളായി കാണും എന്നാണ് സർക്കാർ ഇപ്പൊ പറയുന്നത്. ആ കാഴ്ച ഇവിടെ സർക്കാരിന് പറ്റുമല്ലോ. തൊഴിലാളികളായി പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഈ നിങ്ങൾ എന്തായാലും പരസ്യമായ ഒരു മീറ്റിങ്ങിനാണല്ലോ പോയത്, ചർച്ചയ്ക്ക്. ഒരു രഹസ്യ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിന് പോയില്ല എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. ഈ കേന്ദ്രമന്ത്രി ഇന്നിപ്പോ അവിടെ ചർച്ച നടക്കുകയാണ്. അവിടെ കല്യാണം, ഇവിടെ പാലുകാറ്റ് എന്ന് പറയുന്നത്, ഇവിടെ ആകെ മേളമാണ്. കേന്ദ്രമന്ത്രി നദ്ദ അദ്ദേഹമാണെങ്കിൽ ഇപ്പൊ കൂട്ടും. എനിക്ക് ഓർമ്മ വരുന്നത് കുതിരവട്ടം പപ്പുവിന്റെ ഒരു കഥാപാത്രമുണ്ട്. ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞൊരു ചെറിയ സ്ക്രൂ എടുത്ത് വെച്ച അങ്ങനെ എനിക്ക് ഏതാ സിനിമ എന്ന് ഓർമ്മയില്ല. മിഥുനോ വെള്ളാനുകളുടെ നാടാ കറക്റ്റ് ആയിട്ടുള്ള പേര്. വെള്ളാനുകളുടെ നാട്. 1 കോടി രൂപ എന്തിനാണ് 1 കോടി രൂപ ഇപ്പൊ മാറ്റി വെച്ചത്? 100 കോടി കാറിന് 1 കോടി. ഇപ്പൊ ഈ എന്താണ് അല്ല ഇപ്പൊ 1 കോടി മാറ്റി വെച്ചല്ലോ. അല്ല 1 കോടി ഈ ബസ് വാങ്ങിക്കാൻ. ആരെ കാണാൻ? പൗരപ്രമുഖന്. എനിക്ക് അഭിമാനമുണ്ട് കേട്ടോ. ഞാൻ ആ പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ ഞാൻ ഇതുവരെ പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. എനിക്ക് ആശാ വർക്കർ എന്നുള്ള പേര് അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീ എന്നുള്ള ലേബിൾ ധാരാളം മതി. പൗരപ്രമുഖയായി എന്നെ മാറ്റാൻ ഇടവരുത്തരെ ഭഗവാനെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഡോക്ടർ KG താരയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 39 ദിവസമായി 39 ദിവസത്തെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. 3 ആശാ വർക്കർമാർ നിരാഹാര സമരത്തിലേക്ക് വന്നിരിക്കുന്നു. കടുത്ത വിമർശനമാണ് എന്തായാലും ഉദ്ഘാടന പ്രസംഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തത്. KG താര സർക്കാരിനെതിരെ ഒപ്പമുണ്ട് എന്ന് പറയുന്നത് ധൃതരാഷ്ട്രാലിംഗനം നടത്തുന്നതിന് തുല്യമാണ്, അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണമെന്ന് അടക്കമുള്ള വിമർശനം ഉന്നയിക്കുകയാണ്. ഈ ചർച്ച പോലും അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും വലിയ സമരം നടക്കുമ്പോൾ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. ഫലം എന്താണെന്ന് കാത്തിരിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്.